243 എന്നുള്ളത് ഗുഡ് ടോട്ടൽ തന്നെയാണ്. പക്ഷെ വാങ്കഡയിൽ 243 എന്നുള്ളത് ഗുഡ് ടോട്ടൽ അല്ല. ഞാൻ വിചാരിക്കുന്നത് മുംബൈ ഇന്നലെ ഒരു 20 റൺസെങ്കിലും കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 260+ ഉണ്ടായിരുന്നെങ്കിൽ കൊണ്ട് മത്സരം കുറച്ചുകൂടിയും ടൈറ്റ് ആക്കുമായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വിൽ ജാക്സും റിയാൻ റിക്കൽട്ടണും ഭയങ്കരമായിട്ട് അടിച്ചു, തുടക്കം മുതൽ തന്നെ അടിച്ചു വന്നു. പക്ഷേ ഒരു മിഡിൽ ഓവറുകൾ എത്തിയപ്പോൾ മുംബൈയുടെ സ്കോർ ഒന്ന് ഡൗൺ ആവുമെന്ന് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും നമൻദറിന് കാര്യമായിട്ട് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം 17 ബോൾ ഫേസ് ചെയ്തിട്ട് 22 റൺസാണ് അടിക്കാൻ പറ്റിയത്. ഇത്രയും വലിയ സ്കോറിൽ അതൊരു എന്താ പറയുക കാര്യമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. പിന്നീട് സൂര്യകുമാർ യാദവിൻ്റെ വിക്കറ്റും അദ്ദേഹം 5 റൺസ് എടുത്ത് പോവുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഹാർദിക് പാണ്ഡ്യ അത്യാവശ്യം നല്ല ഹിറ്റ് ചെയ്തുകൊണ്ടാണ് 240 എത്തിയത്. പക്ഷേ ആ നമൻദറോടെയും ഫേസ് ചെയ്ത ആ 17 ബോളുകളിൽ ഒരു 40 അല്ലെങ്കിൽ 35 ഒക്കെ ഉണ്ടെങ്കിൽ നിശ്ചയമായി മുംബൈയുടെ സ്കോർ 260 മുകളിലേക്ക് പോകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഫൈറ്റിൻ ടോട്ടൽ ആകുമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ സാധാരണ വാങ്കഡയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വാങ്കഡയിലെ അവസാനത്തെ 21 മത്സരങ്ങളിൽ 20ലും ടോസ് നേടിയവർ ഫീൽഡിംഗ് ആണ് തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവും, ഇപ്പോൾ T20 വേൾഡ് കപ്പിൽ ഇന്ത്യ-ഇംഗ്ലണ്ട് മത്സരം വാങ്കഡയിലായിരുന്നു സെമി ഫൈനലിൽ. അന്ന് ഇംഗ്ലണ്ട് ഫീൽഡിംഗ് ആണ് തിരഞ്ഞെടുത്തത് തന്നെ. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ബാറ്റ് ചെയ്യുമ്പോൾ ഈ ഡ്യൂ ഫാക്ടർ ഉണ്ടാവും, മഞ്ഞവീഴ്ച എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അത് ബോളർമാർക്ക് ഈ പന്തിൽ ഗ്രിപ്പ് കിട്ടാത്ത ഒരു ഇഷ്യൂ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്നലെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പാണ്ഡ്യ ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത് ഫീൽഡിംഗ് കിട്ടി. അപ്പോൾ പാണ്ഡ്യ പറഞ്ഞത് ഇന്നലെ അങ്ങനെ ഈ മഞ്ഞവീഴ്ച അത്ര ഒരു എന്താ പറയുക മത്സരത്തെ ബാധിക്കില്ല എന്നുള്ളതാണ് അങ്ങനെ കരുതി എന്നുള്ളതാണ് ഹാർദിക് പാണ്ഡ്യ മത്സരത്തിന് ശേഷം പറഞ്ഞത്. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നെ സൺറൈസേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ബാറ്റിംഗ് നമുക്കറിയാം, അവരുടെ ഓപ്പണിംഗ് കത്തി തുടങ്ങിയാൽ അവർക്ക് ഏത് സ്കോറും ചേസ് ചെയ്യാം, ഏത് സ്കോറിലേക്കും ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണെങ്കിലും എത്താം. അപ്പോൾ മുംബൈ ഉയർത്തി 243 റൺസ് എന്ന് പറയുന്നത് മുംബൈയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവർ ആദ്യം ബാറ്റ് ചെയ്തിട്ട് ഇത്രയും വലിയ സ്കോർ ഉയർത്തുന്നത്. പക്ഷേ സൺറൈസേഴ്സ് എന്ന് പറയുന്നത് പവർ പ്ലേയിൽ തന്നെ അവർ ഉദ്ദേശിച്ച തുടക്കം കിട്ടി. ഇപ്പോൾ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും കത്തി തുടങ്ങിയതോടെ അവർ പവർ പ്ലേയിൽ തന്നെ ഒരു 90+ സ്കോർ ചെയ്തു. പിന്നീട് ആ ഒരു മിഡിൽ ഓവറുകളിൽ വീണ്ടും മുംബൈ മത്സരത്തിലേക്ക് കുറച്ച് കംബാക്ക് നടത്തി. കാരണം ഹെഡ് പെട്ടെന്ന് വിക്കറ്റ് വീണു, അഭിഷേക് വീണു, അതിനുശേഷം ഇഷാൻ കിഷനെ ഗോൾഡൻ ഡക്കിൽ കിട്ടി. ആ ഗസൻഫാറിൻ്റെ ഒരു ഓവർ ഭയങ്കര നിർണായകമായിരുന്നു. പക്ഷേ പിന്നീട് അവർ പേടിച്ചൊരു സംഭവം തന്നെ സംഭവിച്ചു. അതിലാകെ പിന്നെ മത്സരം ഒരു ടേൺ ചെയ്യാൻ പറ്റിയ ഒരാൾ എൻറിച്ച് ക്ലാസനായിരുന്നു. അദ്ദേഹം സ്റ്റാൻഡ് ആയതോടെ തന്നെ പിന്നെ മുംബൈ മത്സരത്തിൽ നിന്ന് കംപ്ലീറ്റ് ഔട്ടാവുന്ന നമ്മൾ കണ്ടത്. പിന്നെ SRH ആണെങ്കിൽ അതിഗംഭീരമായ ഫോമിലാണ്. ആദ്യത്തെ 4 മത്സരങ്ങൾ നമ്മൾ കണ്ടപ്പോൾ 4 മത്സരങ്ങൾ ഒരു വിജയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 5 മത്സരങ്ങൾ കണ്ടിന്യൂസ് വിന്നിങ് സ്ട്രീക്കാണ്. ഇപ്പം നമ്മൾ ടേബിൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫോമിലുള്ള ടീം ഒരു പക്ഷേ SRH ആണെന്ന് പറയേണ്ടി വരും. പഞ്ചാബ് ഇപ്പോൾ ലാസ്റ്റ് മത്സരം തോറ്റ സ്ഥിതിക്ക് SRH ആണ് നിലവിലെ ഒരു 4-5 മത്സരം നോക്കുമ്പോൾ ഏറ്റവും ഫോമിലുള്ള ടീം എന്ന് പറയുന്നത്. അപ്പോൾ 243 എന്ന് പറയുന്നത് വാങ്കഡയിൽ SRHനെതിരെ, പ്രത്യേകിച്ചും SRHന് ഓപ്പണിംഗ് ഫോമായി കഴിഞ്ഞാൽ പിന്നെ അതൊരു മികച്ച സ്കോർ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി അത് വലിയൊരു ഡിസ്കഷൻ ടോപ്പിക്കാണ്. കാരണം നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ തന്നെ ടോസ് ലഭിച്ചിട്ടും ഫീൽഡിംഗ് തിരഞ്ഞെടുക്കാതെ ഡ്യൂ ഫാക്ടർ ബാധിക്കില്ല എന്നൊരു തീരുമാനം എടുത്തിട്ട് ഫസ്റ്റ് ബാറ്റിങ്ങിന് പോകുന്ന ഒരു രീതി പാണ്ഡ്യ സ്വീകരിച്ചു. പക്ഷെ അത് ഫെയിലാകും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മത്സരത്തിൽ പലപ്പോഴും അല്ലെങ്കിൽ ഈ ഒരു സീസണിലുടനീളം ഇതുവരെ കളിച്ച മത്സരങ്ങൾ മുംബൈയുടെ 8 മത്സരങ്ങൾ എടുത്തു നോക്കുമ്പോൾ പല മത്സരങ്ങളിലും പല ഡിസിഷൻസും ഹാർദിക് പാണ്ഡ്യയുടെ ഭാഗം തെറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഗുജറാത്തിലെ ആ ഒരു വിന്നിംഗ് ഒക്കെ കണ്ടിട്ട് തിരിച്ചു കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി, അത് തിരിച്ചു വരുന്ന ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസി ഒരു ഫെയിലിയർ ആണ് എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ശരിക്കും തീർച്ചയായിട്ടും ഫെയിലിയർ ആണെന്ന് വെച്ചാൽ 2024 സീസണിലാണ് ഹാർദിക് പാണ്ഡ്യ വരുന്നത്. അതുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. രോഹിത് ഫാൻസും പിന്നെ ടീമിനുള്ളിൽ സ്പിറ്റ് എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ബുംറ, സൂര്യകുമാർ യാദവ് ഒക്കെ ഓപ്പണായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു തീരുമാനത്തെ അംഗീകരിക്കാത്ത പോലെയൊക്കെ നിന്നിരുന്നു. ആ സീസണിലാണെങ്കിൽ 2024 സീസണിൽ മുംബൈ ദയനീയ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഈ കാണികളെ കൂക്കൽ, അങ്ങനെ ഫുൾ നെഗറ്റീവ് ന്യൂസ് മാത്രമായിരുന്നു. പക്ഷേ കഴിഞ്ഞ സീസണിൽ മുംബൈ കുറച്ചുകൂടി നന്നായി കളിച്ചു. ആദ്യത്തെ 5-6 മത്സരങ്ങളിൽ വളരെ പിന്നിലായിരുന്നെങ്കിലും പിന്നീട് വളരെ കംബാക്ക് വിന്നുകൾ നടത്തി ഒരു പ്ലേ ഓഫിലെത്തി. ഒരുപക്ഷേ കപ്പ് വരെ കഴിഞ്ഞ വർഷം കിട്ടുന്ന അവസാന ഘട്ടത്തിലേക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഈ പ്ലേ ഓഫിൽ തോറ്റതോടെ അത് തീരാനുണ്ടായത്. അപ്പോൾ തന്നെ മുംബൈക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതിൽ ഈ സീസണിൽ നന്നായി നയിക്കും. കൂടാതെ തന്നെ അവരുടെ പ്ലേയേഴ്സും നല്ല ഫോമിലായിരുന്നു. ഇപ്പോൾ തിലക് വർമ്മ, സൂര്യകുമാർ യാദവ് ഒക്കെ 2020 വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ജസ്പ്രീത് ബുംറ, അങ്ങനെ ആരും ഈ സീസണിൽ ഫോമല്ല. പാണ്ഡ്യ മാത്രം നമ്മൾ കുറ്റം പറയുന്നതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ പാണ്ഡ്യതായ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഡിഷ് എടുക്കുന്നതിൽ രോഹിതിനെ പോലെ ഒരു കാംനെസ് അല്ല, അല്ലെങ്കിൽ രോഹിതിനെ പോലെ ഈ താരങ്ങളെ ഫ്രണ്ട്ലി ആക്കിയല്ല പാണ്ഡ്യ ഡീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ ഇമ്പാക്റ്റ് പ്ലെയറായി വന്ന ഷർദുൽ ഠാക്കൂർ ബോളിംഗ് ചെയ്തില്ല, ബാറ്റിംഗ് ചെയ്തില്ല. അതിനും കാരണങ്ങളുണ്ട്. ഹാർദിക്കിന് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം 6 ബോളേഴ്സ് ഓൾറെഡി ബോൾ എറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബുംറ 4 ഓവർ എറിഞ്ഞു, ട്രെന്റ് ബോൾട്ട് 4 ഓവർ എറിഞ്ഞു, ഗസൻഫാർ 4 ഓവർ എറിഞ്ഞു, വിൽ ജാക്സ് 1 ഓവർ എറിഞ്ഞു, 13 ഓവറായി. പിന്നീട് ആകെ 7 ഓവറാണ് ബാക്കിയുള്ളത്. അതിൽ അശ്വിനി കുമാർ
2 ഓവർ എറിഞ്ഞു. പാണ്ഡ്യ 4ാമത്തെ ഓവർ എറിഞ്ഞു. പിന്നെ ഷർദുൽ ഠാക്കൂറിന് എറിയല്ല, പക്ഷേ എന്തിനാണ് പിന്നെ ഷർദുൽ ഠാക്കൂർ ഇമ്പാക്റ്റ് എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. ഒരു ഇൻവിസിബിൾ എന്നൊക്കെ നമ്മൾ പറയും. ഇൻവിസിബിൾ, ആരും അപ്രത്യക്ഷനായ ഇമ്പാക്റ്റ് പ്ലെയർ ആയിരുന്നു. അതേസമയം മറ്റു പല ടീമുകളും ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഇമ്പാക്റ്റ് പ്ലേയേഴ്സ് ആണ്. ഇപ്പോൾ RCBയിലൊക്കെ നോക്കിയാൽ നമുക്കറിയാം, ദേവദത്ത് പടിക്കലൊക്കെയാണ് മത്സരം ടേൺ ചെയ്യുന്നത്. പല ടീമുകളും അങ്ങനെ തന്നെയാണ്, ഇമ്പാക്റ്റ് പ്ലെയറെ അവർ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ പാണ്ഡ്യ ആരും ഈ വർഷം വിമർശനങ്ങൾ കുറവാൻ കാരണം പാണ്ഡ്യ അല്ലെങ്കിൽ മറ്റാരും എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ സൂര്യകുമാർ യാദവാണ് ഒരു ഓപ്ഷൻ. സൂര്യകുമാർ യാദവ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മോശം ഫോമിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ 100 എത്രയോ റൺസാണ്. അതിൽ തന്നെ ഒരു അർദ്ധ സെഞ്ചുറി, ഒരു മാച്ച് വിന്നിങ്, ഒരു നോക്കൂല, ഒരു കോൺട്രിബ്യൂഷനും സൂര്യ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സൂര്യയൊക്കെ ക്യാപ്റ്റൻ ആക്കുന്ന ആരും പറയുന്നില്ല. അല്ലെങ്കിൽ സൂര്യ ബാറ്റിംഗ് ഫോമിലാണെങ്കിൽ ഭയങ്കര മുറവിളി ഉണ്ടാകുന്ന സമയമാണ്. കാരണം സൂര്യ T20 വേൾഡ് കപ്പ് വിജയിച്ച് അത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരാളെ ഇങ്ങനെ ക്യാപ്റ്റൻ അല്ലാതിരിക്കണമെന്ന് ചോദിക്കും. പക്ഷേ സൂര്യ ഫോമിലല്ലാത്തതുകൊണ്ട് ആർക്കും അത് ചോദിക്കേണ്ട. രോഹിത് പരിക്കേറ്റ് പുറത്താണ്. പിന്നെ ഏൽപ്പിക്കാൻ ആരാണുള്ളത്? പിന്നെ ബുംറയാണ്. ബുംറയെക്കുറിച്ചും ഇപ്പോൾ നേരത്തെ പറയാം. പിന്നെ തിലക് അങ്ങനെ പാണ്ഡ്യ മാത്രം പറഞ്ഞിട്ട് കാര്യമല്ല, പാണ്ഡ്യയുടെ ഡിസിഷൻസും കാരണമാവാം. പക്ഷേ ടീം ആകെ നമ്മൾ പ്രതീക്ഷിച്ച പലരും പെർഫോം ചെയ്യുന്നില്ല. അതിൻ്റെതായ പ്രശ്നങ്ങൾ മുംബൈക്ക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മുംബൈയുടെ ബോളിംഗ് യൂണിറ്റ് നോക്കുമ്പോൾ നമുക്കറിയാം, ജസ്പ്രീത് ബുംറ, ട്രെന്റ് ബോൾട്ട്, ഗസൻഫാർ. അപ്പം പേസിലായാലും സ്പിന്നിലായാലും ഒക്കെ ഒരു ശക്തമായ നിര അവർക്കുണ്ട്. അതിൽ തന്നെ ഒരു കുന്തമുന, അല്ലെങ്കിൽ മുംബൈയുടെ ഇത്രയും കാലത്തെ ബോളിംഗ് യൂണിറ്റിലെ ഏറ്റവും നല്ല ബോളേഴ്സിൽ ഒരാൾ ബുംറയാണ്. ഈ വർഷവും IPLലേക്ക് വരുമ്പോൾ മുംബൈയുടെ പ്രതീക്ഷകളൊക്കെ അയാളിലായിരുന്നു. പക്ഷെ ബുംറ എന്നുള്ളൊരു പ്ലെയർ അയാളുടെ ഏറ്റവും മോശം IPLകളിൽ ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ. വിക്കറ്റ് കിട്ടാൻ പ്രയാസപ്പെടുന്നു. പലർക്കും അൺപ്ലേയബിൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ പന്തൊക്കെ അനായാസം ഗാലറിയിലേക്ക് എത്തണം. വൈഭവ് 6 അടിക്കുക നമ്മൾ കാണുന്നു. അങ്ങനെ ഹെൻറി ക്ലാസിന് അടിക്കുമ്പോൾ ചെറുത് മുതൽ വലുത് വരെയുള്ള താരങ്ങളൊക്കെ ബുംറയെ പഠിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. അപ്പം എന്താണ് ശരിക്കും ബുംറയ്ക്ക് ഈ ഒരു സീസണിൽ ബാധിച്ചിട്ടുള്ളത്? മുംബൈ എന്ന് പറയുന്ന ടീമിൻ്റെ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറയുന്നത് എന്താ പറയുക, ജസ്പ്രീത് ബുംറയായിരുന്നു. അപ്പോൾ മറ്റെല്ലാ ടീമായിരുന്നെങ്കിലും ആർക്കും ജസ്പ്രീത് ബുംറയെ പോലൊരു ബോളറില്ല എന്നാണ് പറയാറുള്ളത്. കാരണം ഏത് സമയത്തും കളി തിരിക്കാൻ പറ്റുന്ന ഒരു ബോളറായിരുന്നു. ഇപ്പോൾ രോഹിത് ശർമ്മ അങ്ങനെ കൃത്യമായിട്ടാണ് ബുംറ യൂസ് ചെയ്യുക. പവർ പ്ലേയിൽ ചിലപ്പോൾ 1 ഓവർ എറിയിക്കും, അല്ലെങ്കിൽ 2 ഓവർ എറിയിക്കും. പിന്നീട് എതിർ ടീം ഇങ്ങനെ ഒരു സെറ്റായി വരികയാണെങ്കിൽ ഒരു 13ാം ഓവറിലോ 12ാം ഓവറിലോ ഒക്കെ ആയിരിക്കും ബുംറയെ കൊണ്ടുവരിക. പിന്നെ ഡെത്ത് ഓവറിൽ എറിയിക്കും. ഇനി 12ാം ഓവറിലോ 13ാം ഓവറിലോ എറിഞ്ഞിട്ടില്ലെങ്കിൽ അവസാനത്തെ 2 ഓവർ എറിഞ്ഞിട്ട് റണ്ണ് പിടിച്ചെടുത്തു. അങ്ങനെ ബുംറയായിരുന്നു മുംബൈയുടെ ഒരു എന്താ പറയുക എക്സ് ഫാക്ടർ എന്ന് പറയുന്ന ആൾ ബുംറയായിരുന്നു. അപ്പോൾ ബുംറ ആണെങ്കിൽ 2015 മുതലൊക്കെയാണ് ബുംറ ഒരു സ്റ്റാറായി വരുന്നത്. 13 മുതലുണ്ടെങ്കിലും 15 വരെയൊന്നും അത്ര ഒരു മുംബൈയുടെ അവിഭാജ്യ ഘടകമല്ല. അന്നൊക്കെ മലിംഗയാണ് ലീഡിങ്. പക്ഷേ 15-ന് ശേഷമാണ് ബുംറ ഒരു മുംബൈയുടെ അവിഭാജ്യ ഘടകമായി മാറുന്നത്. അതിനുശേഷം ബുംറയുടെ ഏറ്റവും മോശം എക്കോണമിയിലാണ് ഇപ്പോൾ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 8-ന് മുകളിലൊന്നും ബുംറയ്ക്ക് ഒരു കാലത്തും എക്കോണമി ഉണ്ടായിട്ടില്ല. ഈ സീസണിൽ 8-ന് മുകളിലാണ്. മറ്റേതിപ്പോൾ കഴിഞ്ഞ 2 സീസണുകളിലൊക്കെ ബുംറ 1-2 മത്സരങ്ങളിൽ അടി വാങ്ങിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ കരുൺ നായർ ഒരു മത്സരത്തിൽ അടിച്ചിരുന്നു. ചില മത്സരങ്ങളിൽ വിക്കറ്റ് കിട്ടാതെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ബുംറയുടെ എക്കോണമി എന്ന് പറയുന്നത് 6 എബോവ് ആയിരുന്നു. കഴിഞ്ഞ സീസണിലും അതിന് മുമ്പത്തെ സീസണിലും, അതും കഴിഞ്ഞ 2 സീസണുകൾ എന്ന് പറയുന്നത് അത്രയും ബാറ്റർമാർ ഒരു 2 സീസണുകളാണ്. അതിലും ബുംറ 6 എക്കോണമിയിലാണ് പന്തെറിഞ്ഞത്. പക്ഷേ ഈ സീസണോടെ ബുംറയുടെ എക്കോണമി 8-ന് മുകളിലേക്ക് ഉയർന്നു. അത് മുംബൈയുടെ മറ്റ് ബോളർമാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇപ്പോഴും ഒരു എന്താ പറയുക അത്ര മോശമൊന്നും പറയാൻ പറ്റില്ല. കാരണം ട്രെന്റ് ബോൾട്ടും ഷർദുൽ ഠാക്കൂറൊക്കെ ചിലപ്പോൾ ഇതിനേക്കാൾ എക്കോണമിയിലായിരിക്കും നിൽക്കുന്നത്. എന്നാൽ പോലും ബുംറയുടെ ഒരു റേഞ്ച് വെച്ചിട്ട് 8 പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതല്ല. മാത്രമല്ല ബുംറ കൂടി അങ്ങനെ റൺസ് കൺസീഡ് ചെയ്യുമ്പോൾ പിന്നെ മുംബൈക്ക് വേറൊരു പ്ലാൻ ബി ഇല്ല. അല്ലെങ്കിൽ പിന്നെ ബുംറ ഫോമിൽ അല്ലാതിരിക്കുമ്പോൾ ട്രെന്റ് ബോൾട്ട് ഫോം ആവണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബോളർ ഫോം ആകണം. അങ്ങനെയും സംഭവിക്കുന്നില്ല. അപ്പോൾ അതാണ് ഈ ഇത്രയും റൺസ് കൺസിഡർ ചെയ്യാൻ കാരണം. ഇപ്പോൾ ഇന്നലെ തന്നെ മത്സരം നോക്കുക. അപ്പോൾ ബുംറയെ സെർച്ചിനെതിരെ പവർ പ്ലേയിൽ 2 ഓവർ എറിയിച്ചു. അത്രയും പ്രതീക്ഷയോടെയാണ് ബുംറയെ പവർ പ്ലേയിൽ എറിയിക്കുന്നത്. പക്ഷേ ആ 2 ഓവറിലും അത്യാവശ്യം നന്നായി സ്ട്രൈക്ക് ചെയ്തു. 2ാം ഓവറിലും സ്ട്രൈക്ക് ചെയ്തു. 6ാം ഓവറിൽ ട്രാവിസ് ഹെഡ് നന്നായിട്ട് തന്നെ ബുംറയെ അടിച്ചു. പിന്നീട് ഒരു രോഹിതിനെ പോലെയൊക്കെ തന്നെ ബുംറയാണ് തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിലാണ് ഒരു 13ാം ഓവറിൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അപ്പോഴും അടി കിട്ടുന്നുണ്ട്. പിന്നീട് ഡെത്തിലേക്ക് ഒരു ഓവർ എറിയുന്നു, അപ്പോഴും കിട്ടുന്നുണ്ട്. ആകെ 54 റൺസാണ് ബുംറ കൺസീഡ് ചെയ്തത്. ഇന്നലെ ബോൾട്ട് 41 എനിക്ക് തോന്നുന്നത്. അതിനേക്കാൾ ബുംറ കൺസീഡ് ചെയ്തത്. അപ്പോൾ ബുംറ കൺസീഡ് ചെയ്താൽ പിന്നെ മുംബൈക്ക് എന്താ പറയുക മറ്റു പ്ലാനുകളൊന്നുമില്ല. പിന്നെ ബുംറ എന്ന് പറയുന്ന ബോളർ ഫോമിൽ അല്ലാതിരിക്കുമ്പോൾ മുംബൈയും തന്നെ ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ടീം അല്ലാതായി മാറുകയാണ്. ഒരു യൂഷ്വൽ ടീം എന്താ പറയുക ബോളർമാർ അടി വാങ്ങുന്നൊരു ടീം. പിന്നെ നമ്മൾ പറയേണ്ടത് മുംബൈ എന്ന് പറയുന്ന ടീമിൻ്റെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് വാങ്കഡയാണല്ലോ. അപ്പോൾ അവരൊരു നേർപകുതി മത്സരങ്ങൾ വാങ്കഡയിലാണ് കളിക്കുക. അപ്പോൾ അത്രയും ബോളിംഗ് പിച്ചിൽ കളിക്കുന്നത് കൊണ്ടുകൂടി ആയിരിക്കാം ഒരു പക്ഷേ എന്താ പറയുക ബുംറയ്ക്ക് ഇത്രയും എക്കോണമി കൂടുമെന്ന് പറയാം. പക്ഷേ ബുംറ സെറ്റ് ചെയ്ത് വെച്ചൊരു എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സാധാരണ നമ്മൾ മുംബൈയുടെ കളി ഉണ്ടാകുമ്പോൾ പറയാറുണ്ട് എതിർ ടീമിന് 16 ഓവറേ കളിയാകാറുള്ളൂ, ബാക്കി 4 ഓവറുകൾ ബുംറ എറിയുന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ആ ഒരു സ്റ്റാൻഡേർഡൊക്കെ ഈ സീസണോടെ വീണ് പൊളിഞ്ഞു എന്ന് തന്നെ പറയാം.
അപ്പോൾ അത് മുംബൈയുടെ എന്താ പറയുക ജയപരാജയങ്ങളിലും കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു അസാധാരണമായൊരു സീസണാണ് മുംബൈ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു സീസണിന്റെ സ്റ്റാർട്ടിൽ മുംബൈ ആദ്യ മത്സരം ജയിക്കുമ്പോൾ അത് വലിയൊരു വാർത്തയായിരുന്നു. കാരണം മുംബൈ ആദ്യ മത്സരം ജയിക്കൽ ഒരു അസ്വാഭാവികമായ ഒരു സാധനം. ഒരു 10 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടായിരിക്കും മുംബൈ ഫസ്റ്റ് മത്സരം ജയിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അവസ്ഥ നോക്കുമ്പോൾ ആ വിജയം ഉൾപ്പെടെ ആകെ 2 വിജയമാണ് മുംബൈക്കുള്ളത്. 8 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റ് മാത്രമുണ്ട്. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ സിനാരിയോ നമുക്കറിയാം 12 പോയിന്റൊക്കെ ആയിട്ടുണ്ട് ടോപ്പ് ടീമുകൾക്കൊക്കെ. അപ്പോൾ മുംബൈക്കൊരു ചാൻസ് എവിടെയെങ്കിലും ബാക്കിയുണ്ടോ ഒരു പ്ലേ ഓഫിലേക്ക് കടക്കാനുള്ള? വളരെ റിസ്ക് തന്നെയാണ്. കാരണം 8 മത്സരങ്ങളിൽ 4 പോയിന്റ്, ഇനി 14 മത്സരങ്ങൾ വരുമ്പോൾ 6 മത്സരങ്ങൾ ബാക്കി. ഒരു 16 പോയിന്റാണ് പ്ലേ ഓഫിലൊരു എന്താ പറയുക നമ്മളൊരു മാർക്കായിട്ട് കാണുന്നത്. ചിലപ്പോൾ 16 അല്ലാതെയും കിടക്കും. എന്നാൽ പോലും ഇനിയുള്ള എല്ലാ മത്സരങ്ങളും മുംബൈക്ക് ജയിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു മുംബൈക്ക് സംതിങ് എന്തോ മിസ്സിംഗ് ആണ്. നമ്മളിപ്പോൾ ആകത്തുകയിൽ നോക്കുമ്പോൾ ബാറ്റിങ്ങിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും പറയാം. അപ്പോൾ രോഹിത് ഇല്ലെങ്കിലും ഇപ്പോൾ ഇന്നലെ റിക്കൾട്ടനൊക്കെ ഒരു മുംബൈ താരത്തിൻ്റെ ഏറ്റവും വേഗതയേറിയ 50-ലാണ് ഏറ്റവും വേഗത സെഞ്ചുറിയാണ് അടിച്ചത്. ഒരു മുംബൈ താരത്തിൻ്റെ ഏറ്റവും വലിയ ഉയർന്ന സ്കോറാണ്. അത് സന ജയസൂര്യയുടെ റെക്കോർഡാണ് ഇന്നലെ കടന്നിട്ടുള്ളത് റിക്കൾട്ടൻ. ഡിക്കോക്ക് ഒരു കളിയിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, തിലക് വർമ്മ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അങ്ങനെ ബാറ്റിംഗ് നിരയിലൊക്കെ പലരും ഭയങ്കര ഇൻഡിവിജ്വലി ഭയങ്കര കളി കളിക്കുന്നുണ്ട്. അപ്പം പക്ഷേ ബൗളിങ്ങിലും ഇപ്പം ഇന്നലെ ഗസൻഫാർ എറിഞ്ഞു. പക്ഷേ ഒരു ടീം എന്ന നിലയിൽ സംതിങ് മിസ്സിങ് ആണ്. മുംബൈ ഇങ്ങനെ അല്ലായിരുന്നു. മറ്റേത് മുംബൈ ഒരു 150 എടുത്താൽ എതിർ ടീമിനെ അവർ 140 പിടിക്കും. അങ്ങനെയൊക്കെ കുറേ മാസ് ഡയലോഗുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുംബൈ ഒരു പിച്ചിൽ 150 എടുത്താൽ ആ പിച്ചിൽ എടുക്കാവുന്ന മാക്സിമം സ്കോർ അങ്ങനെയൊക്കെ ഇങ്ങനെ ഫാൻസ് പറയുന്ന കുറേ ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ആകത്തുകയിൽ മുംബൈ എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു. അത് എന്താ പറയുക നഷ്ടപ്പെട്ടു പോയിരിക്കും. എനിക്ക് തോന്നുന്നു മുംബൈ ഇനിയിപ്പോൾ അടുത്ത സീസണും കൂടി ഏറെക്കുറെ ഇതേ ടീം പോവുകയും ഒരു മെഗാലയം വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മൊത്തത്തിൽ ഒരു ടീമിനെ അയച്ചു പണിയാൻ തന്നെയാണ് സാധ്യത. കാരണം അവരിങ്ങനെ ഒരു കോർ ടീമിനെ ഒരു 10 വർഷത്തോളമായിട്ട് പ്രധാനപ്പെട്ട പി ഹാർദിക് പാണ്ഡ്യ, രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ, സൂര്യകുമാർ യാദവ് ഇങ്ങനെ ഒരു കോർ ടീമായിരുന്നു. അപ്പോൾ ആ ടീമിനെ തന്നെ ഡിസ്പോസ് ചെയ്യും. രോഹിത് ഏറെക്കുറെ അവസാന കാലത്താണ് ഒരു പുതിയൊരു ടീമിനെ അവർ ബിൽഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് അവരുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് അവരുടെ സ്കൗട്ടിങ് സംഘമായിരുന്നു. അവരാണ് ഒരുപാട് പ്ലേയേഴ്സ്, ബുംറ, പാണ്ഡ്യ പോലെ ഒരുപാട് പ്ലേയേഴ്സിനെ IPL-ലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും സൂപ്പർ സ്റ്റാറുകളാക്കുന്നതും അവരാണ്. പക്ഷേ അവരുടെ സ്കൗട്ടിങ്ങിനും പുതിയ താരങ്ങളെയൊന്നും ഇപ്പോൾ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് ഈ സ്പിന്നറായിട്ടൊക്കെ സാന്നറയൊന്നും ഇറക്കേണ്ടത്. കാരണം ഒരു ഓവർസീസ് സ്പോട്ടാണ് അവിടെ പോകുന്നത്. ഒരു ആഭ്യന്തര ലീഗിൽ നിന്നൊന്നും ഒരു സ്പിന്നറെ അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പിന്നെ എന്ന് പറയുന്ന ഒരു കാലത്ത് മുംബൈയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് അവരാണ് ഭയങ്കര പ്രൊഫഷണലായിട്ട് ഇത് ഡീലിങ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഈ ഡാറ്റകൾ വെച്ചിട്ടുള്ള അനാലിസിസ് ഒക്കെ തുടങ്ങുന്നത് മുംബൈയാണ്. ഇപ്പോൾ എല്ലാ ടീമുകളും അതെല്ലാം തുടങ്ങി. അപ്പോൾ മുംബൈക്ക് പുതിയ പദ്ധതികൾ ഇനി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.